വെൽക്കം യൂട്യൂബ്. ഐ ആം അതുൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. RRB ജൂനിയർ എഞ്ചിനീയർ അതുപോലെ തന്നെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമുകൾ എഴുതി അതിന്റെ റിസൾട്ട് എങ്ങനെ നോക്കുമെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു. അപ്പം അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും നമുക്ക് ഈ ട്രെയിൻ ഒന്ന് ഓടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. നിങ്ങൾ ഡിപ്ലോമ ഹോൾഡർ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബിടെക് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ALP എക്സാം രജിസ്റ്റർ ചെയ്യാം. ആ രജിസ്റ്റർ ചെയ്തവരുടെ റിസൾട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത എക്സാം വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ഓഫറിൽ നിങ്ങൾക്ക് കോച്ചിങ് എടുക്കാൻ പറ്റും ഓൺലൈനായിട്ട് തന്നെ. ഞാൻ കമന്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നിങ്ങളെ അതിൻ്റെ അതോറിറ്റീസ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് RRB നമ്മുടെ സെക്ഷൻ, ഞാൻ ട്രിവാൻഡ്രമാണ് കൊടുത്തത്. അപ്പോൾ ട്രിവാൻഡ്രം നമ്മൾ സെലക്ട് ചെയ്യുന്നു. നിങ്ങൾ ചെന്നൈയോ ബാംഗ്ലൂർ ഏതാണ് കൊടുക്കുന്നത് അത് സെലക്ട് ചെയ്തിട്ട് ആ വെബ്സൈറ്റിൽ കയറുക. വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ തന്നെ കിടപ്പുണ്ട്. EN നമ്പർ 3 ആണ് ജൂനിയർ എഞ്ചിനീയർ, നമ്പർ 1 ആണ് ALP. അത് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. അപ്പോഴത്തേന് അടുത്ത പേജിലോട്ട് റീഡയറക്ട് ചെയ്യും. നമ്മൾ ആ പേജ് കയറിയിട്ട് ഫസ്റ്റ് കിടക്കുന്നുണ്ടോ ലിങ്ക് ടു വ്യൂ സ്കോർ കാർഡ്, അതിൽ ക്ലിക്ക് ഫോർ ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോഴത്തേക്കിന് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പരും ഡേറ്റ് ഓഫ് ബർത്തും ചോദിക്കും. രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത ഏത് മെയിൽ ID ആണോ ആ മെയിൽ IDയിൽ വന്ന് കിടപ്പുണ്ടാവും. മെയിലിൽ പോയിട്ട് RRB സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടും നിങ്ങളുടെ. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും പിന്നെ നിങ്ങളുടെ ക്യാപ്ചയും കൂടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അത് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ഈ പ്രൊഫൈലിൽ വരും. പ്രൊഫൈലിൽ നമുക്ക് അവിടെ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസും സ്കോർ കാർഡും കാണാൻ പറ്റും. ആ സ്കോർ കാർഡ് എടുക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ഡീറ്റെയിൽസ് ഫുള്ള് വരും. നമുക്ക് എത്ര മാർക്ക് കിട്ടിയെന്നും എത്ര നെഗറ്റീവ് ആയെന്നും നമുക്ക് സ്റ്റേജ് 2 നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നും നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെയാണ് ജൂനിയർ എഞ്ചിനീയറിന്റെ കാറ്റഗറി നമ്പർ 3 ആണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെയും അടുത്ത പേജിലോട്ട് റീഡയറക്ട് ചെയ്യും. അപ്പോൾ അതിലും ക്ലിക്ക് ഫോർ ഡീറ്റെയിൽസ് കൊടുക്കുക. എന്നിട്ട് ജൂനിയർ എഞ്ചിനീയറിന്റെ രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന്റെ ക്യാപ്ച അടിക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിന്റെ റിസൾട്ടും നമുക്ക് കിട്ടുന്നതാണ്. ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് അതിൽ അറിയാൻ പറ്റും. ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത വർഷത്തിലേക്കുള്ള കോഴ്സുകൾ നോക്കുന്നുണ്ടെങ്കിൽ RRB JEE അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. താങ്ക് യു.